പെയ്തൊഴിഞ്ഞ പുലരി ശങ്കരമംഗലം തറവാടിന് പുതിയൊരു കുളിർമ സമ്മാനിച്ചു. വെളുപ്പിനെ ഉണർന്ന മാളവിക ബാത്റൂമിൽ പോയി കുളിച്ച് മനോഹരമായൊരു കസവ് സാരിയും ധരിച്ചാണ് പുറത്തേക്ക് വന്നത്. അവളുടെ ഈർപ്പമുള്ള മുടിയിഴകളിൽ നിന്ന് ഇറ്റു വീഴുന്ന വെള്ളത്തുള്ളികൾ സാരിത്തുമ്പിലേക്ക് വീണു പടർന്നു. ജിതിൻ ഉറക്കത്തിൽ നിന്ന് കണ്ണു തുറന്നപ്പോൾ മുന്നിൽ നിൽക്കുന്ന മാളവികയുടെ സൗന്ദര്യം കണ്ട് അവൻ വിസ്മയിച്ചുപോയി. അവൻ കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് പതുക്കെ അവളുടെ പുറകെ വന്നു നിന്നു. ഇത്ര രാവിലെ തന്നെ എൻ്റെ ഭാര്യ ഇങ്ങനെ ഒരുങ്ങി നിൽക്കുന്നത് എങ്ങോട്ട് പോകാനാണോ? ജിതിൻ അവളുടെ ഇടുപ്പിലൂടെ കൈകൾ ചുറ്റി കവളിൽ പതുക്കെ മൂക്കുരസി. ജിതിനേട്ടാ, ഇന്ന് തറവാട്ടമ്പലത്തിൽ പ്രത്യേക പൂജയുണ്ട്. ലക്ഷ്മിയമ്മ രാവിലെ തന്നെ എഴുന്നേറ്റ് പ്രസാദവും കട്ടൻ ചായ ഉണ്ടാക്കുന്ന തിരക്കിലാണ്. വേഗം പോയി കുളിച്ച് റെഡിയാവാൻ നോക്ക്. മാളവിക അവൻ്റെ കയ്യിൽ പതുക്കെ തട്ടി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അതൊക്കെ പിന്നെ ചെയ്യും, ആദ്യം എനിക്കുള്ള പ്രഭാത സമ്മാനം താ. ജിതിൻ അവളുടെ നാസികാഗ്രത്തിൽ പതുക്കെ മുട്ടി. മാളവിക നാണത്തോടെ തിരിഞ്ഞു നിന്ന് അവൻ്റെ കവിളിൽ ആഴത്തിലൊരു ഉമ്മ നൽകി. ഇനി വേഗം പോയി. അവർ രണ്ടുപേരും താഴേക്ക് വന്നപ്പോൾ ലക്ഷ്മിയമ്മയും ഭവാനിയമ്മയും പൂജാസാധനങ്ങൾ ഒരുക്കുകയായിരുന്നു. മോളെ മാളവിക, അടുത്ത ആഴ്ച നിന്റെ വളകാപ്പ് നടത്തണം എന്നാണ് അമ്പലത്തിലെ തിരുമേനി പറഞ്ഞത്. തറവാട്ടിൽ എല്ലാവരെയും വിളിച്ചൊരു വലിയ ആഘോഷമാക്കണം. ലക്ഷ്മിയമ്മ സന്തോഷത്തോടെ പറഞ്ഞു. അത് കേട്ടത് മാളവികയുടെ കണ്ണുകൾ വിടർന്നു. ജിതിൻ അവളെ ഒന്ന് നോക്കി കള്ളച്ചിരി ചിരിച്ചു. തങ്ങളുടെ സ്നേഹത്തിൻ്റെയും കുഞ്ഞിൻ്റെയും വരവറിയിക്കുന്ന വളകാപ്പ് ചടങ്ങിനായുള്ള കാത്തിരിപ്പ് ശങ്കരമംഗലത്ത് ആരംഭിക്കുകയായിരുന്നു. വളകാപ്പ് ചടങ്ങ് അടുത്ത ആഴ്ച നടത്താൻ തീരുമാനിച്ചതോടെ ശങ്കരമംഗലം തറവാടാകെ ആഘോഷ ലഹരിയിലായി. ബന്ധുക്കളെയെല്ലാം വിവരമറിയിക്കാനും ചടങ്ങുകൾ ഗംഭീരമാക്കാനുമുള്ള തയ്യാറെടുപ്പിലായിരുന്നു ലക്ഷ്മിയമ്മയും ഭവാനിയമ്മയും. വൈകുന്നേരം ജിതിൻ മാളവികയ്ക്കായി പുതിയ സാരികളും വളകളും വാങ്ങാൻ ടൗണിലെ വലിയ വസ്ത്രവ്യാപാരശാലയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. പച്ചയും ചുവപ്പ് നിറങ്ങളിലുള്ള പട്ടുസാരികളും തിളങ്ങുന്ന കണ്ണാടി വളകളും മാളവികയ്ക്കായി അവൻ തപ്പിയെടുത്തു. ജിതിനേട്ടാ, ഇതിനൊക്കെ ഒരുപാടില്ലേ? ഇത്രയും വളകളൊക്കെ ഞാൻ എങ്ങനെയാണ് ഇടുന്നത്? സാരികൾ നോക്കുന്നതിനിടയിൽ മാളവിക കൗതുകത്തോടെ ചോദിച്ചു. എൻ്റെ പെണ്ണിന് വേണ്ടി എത്ര വാങ്ങിയാലും എനിക്ക് മതിയാവില്ല മോളെ. വളകാപ്പ് ചടങ്ങിൽ എൻ്റെ മാളവിക തറവാട്ടിലെ രാജകുമാരിയെ പോലെ തിളങ്ങണം. ജിതിൻ അവളുടെ കാതിൽ പതുക്കെ മന്ത്രിച്ചു. തിരികെ വീട്ടിലെത്തി രാത്രി ഭക്ഷണമെല്ലാം കഴിഞ്ഞ് അവർ മുറിയിലേക്ക് നടന്നു. മാളവിക വാങ്ങിയ വളകൾ ഓരോന്നായി കയ്യിലിട്ട് നോക്കുകയാണ്. ആ വളകളുടെ കിലുക്കം മുറിക്കുള്ളിൽ മനോഹരമായൊരു സംഗീതം പോലെ പടർന്നു. ജിതിൻ നടന്നു വന്ന് അവളുടെ പുറകിലിരുന്നു. അവളുടെ കൈകൾ സ്വന്തം കൈകളിൽ കോർത്തു പിടിച്ചു. അവൻ പതുക്കെ ആ വളകളിൽ തഴുകി. അവളുടെ കൈത്തണ്ടയിൽ ആഴത്തിലൊരു ഉമ്മ വെച്ചു. ജിതിനേട്ടാ, വളകൾ പൊട്ടും. അവൾ നാണത്തോടെ കൺപീലികൾ താഴ്ത്തി. പൊട്ടിയാൽ ഞാൻ പുതിയത് വാങ്ങിക്കും. ജിതിൻ അവളെ പതുക്കെ തന്നിലേക്ക് ചേർത്ത് നിർത്തി. പക്ഷേ എൻ്റെ ഈ സ്നേഹത്തിന് പകരം വയ്ക്കാൻ വേറൊന്നുമില്ല മോളെ. അവൻ അവളുടെ ഈർപ്പമുള്ള ചുണ്ടുകളിലേക്ക് പതുക്കെ തല താഴ്ത്തി. വളകളുടെ മനോഹരമായ കിലുക്കത്തിനിടയിൽ ആ രാത്രിയിൽ അവർക്കിടയിലെ പ്രണയവും വാത്സല്യവും കൂടുതൽ ആഴമുള്ളതായി മാറി. ഏവരും കാത്തിരുന്ന സുദിനം ശങ്കരമംഗലം തറവാട്ടിലേക്ക് പുലർന്നെത്തി. വളകാപ്പ് ചടങ്ങിൻ്റെ ദിനമായതിനാൽ രാവിലെ മുതൽ തന്നെ തറവാട്ടിൽ ആളുകളുടെ പെരുമാറ്റവും മാവില തോരണങ്ങളുടെ അലങ്കാരങ്ങളുമായി വലിയൊരു ആഘോഷ അന്തരീക്ഷമായിരുന്നു. മുറിയിൽ മാളവിക ജിതിൻ തലേന്ന് വാങ്ങിക്കൊടുത്ത പച്ച നിറത്തിലുള്ള പട്ടുസാരി എടുത്ത് കണ്ണാടിയുടെ മുന്നിൽ നിൽക്കുകയായിരുന്നു. ഈർപ്പമുള്ള മുടി പിന്നിലേക്ക് വാടിയൊതുക്കി നെറ്റിയിൽ ചെറിയൊരു ഗോപിപ്പൊട്ടും തൊട്ട് അവൾ ഒരുങ്ങി നിന്ന കാഴ്ച ആരുടെയും മനം കവരുന്നതായിരുന്നു. ജിതിൻ മുറിയിലേക്ക് കടന്നു വന്നപ്പോൾ കണ്ണാടിയിലൂടെ തൻ്റെ പെണ്ണിൻ്റെ രൂപം കണ്ട് ഒരു നിമിഷം തറഞ്ഞു നിന്നുപോയി. അവൻ പതുക്കെ അരികിലേക്ക് നടന്നു വന്ന് പുറകിലൂടെ അവളുടെ അരക്കെട്ടിൽ കൈകൾ ചുറ്റി തോളിലേക്ക് താടി വെച്ചു. ജിതിനേട്ടാ, വിടൂ. താഴെ ആൾക്കാരൊക്കെ വന്നു തുടങ്ങി. ആരോടെങ്കിലും വന്നു കണ്ടാൽ നാണക്കേടാ. മാളവിക അവൻ്റെ കൈകളിൽ പതുക്കെ തട്ടി. വരട്ടടോ, എൻ്റെ ഭാര്യ എത്ര സുന്ദരിയായിട്ടുണ്ടെന്ന് ഞാൻ നോക്കട്ടെ. ജിതിൻ അവളുടെ കവളിൽ ആഴത്തിൽ മൂക്കുരസി. ഇന്ന് ഈ നാട്ടിലെ മുഴുവൻ ആൾക്കാരുടെയും കണ്ണു തട്ടു. നിന്നെ കണ്ട ജിതിനേട്ടൻ്റെ കണ്ണു തട്ടാതിരുന്നാൽ മതി. അവൾ കൺപീലികൾ ചിമ്മി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ജിതിൻ ഡ്രസ്സിംഗ് ടേബിളിലിരുന്ന കൺമഷി തുള്ളിയെടുത്ത് അവളുടെ കാതിൻ്റെ പുറകിലായി ചെറിയൊരു കറുത്ത കുത്തുവെച്ചു കൊടുത്തു. ഇതെൻ്റെ വക, കണ്ണ് തട്ടാതിരിക്കും. അവൻ പതുക്കെ ആഞ്ഞ് അവളുടെ നെറ്റി ചുണ്ടമർത്തി. ആ സ്നേഹസ്പർശനത്തിൽ മാളവികയുടെ മനസ്സ് ശരീരം ഒരുപോലെ പുളകം കൊണ്ടു. ജിതിൻ, മാളവിക, വേഗം താഴേക്ക് വാ. പൂജാരി വന്നു. താഴെ നിന്ന് ലക്ഷ്മിയമ്മയുടെ വിളി കേട്ടതിൽ രണ്ടുപേരും പുഞ്ചിരിയോടെ കൈകോർത്ത് പിടിച്ച് താഴേക്ക് നടന്നു. തറവാടിൻ്റെ നടുമുറ്റത്ത് കുരവയും മംഗളവാദ്യങ്ങളും മുഴുകിക്കേട്ടു. ചന്ദനത്തിൻ്റെയും പൂക്കളുടെയും സുഗന്ധം അന്തരീക്ഷത്തിലാകെ പടർന്നു വന്തളിച്ചു. മാളവികയെ പൂജാമുറിക്ക് മുന്നിലെ നിലവിളക്കിന് വശത്തായി ഇരുത്തി. നാട്ടുകാരും ബന്ധുക്കളുമായ മുതിർന്ന സുമംഗലികൾ ഓരോരുത്തരായി വന്ന് മാളവികയുടെ കൈകളിൽ വർണ്ണക്കണ്ണാടി വളകൾ അണിയിച്ചുവാൻ തുടങ്ങി.
പച്ചയും ചുവപ്പും മഞ്ഞയും നിറങ്ങളിലുള്ള വളകൾ അവളുടെ കൈകളിൽ നിറയുമ്പോൾ ആ വളകളുടെ കിലുക്ക ശങ്കരമംഗലത്തിൻ്റെ മുറ്റത്ത് ഐശ്വര്യത്തിൻ്റെ തരംഗങ്ങൾ സൃഷ്ടിച്ചു. ലക്ഷ്മിയമ്മ സന്തോഷത്താൽ നിറഞ്ഞ കണ്ണുകളോടെ മാളവികയുടെ നെറ്റി ചന്ദനക്കുറി തുടിച്ചു. എൻ്റെ കുട്ടിക്ക് യാതൊരു ദോഷവും വരാതെ ഭഗവതി കാത്തോളും. ലക്ഷ്മിയമ്മ അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. അതിഥികളുടെ കൂട്ടത്തിൽ നിന്ന് അല്പം മാറി ആ തൂണിന് ചാരി ജിതിൻ നിൽക്കുന്നുണ്ടായിരുന്നു. അവൻ്റെ കണ്ണുകൾ മാളവികയിൽ നിന്ന് മാത്രം മാറിയില്ല. ഇടയ്ക്ക് കണ്ണുകൾ തമ്മിൽ ഉടക്കിയപ്പോൾ അവൻ അവൾക്ക് മാത്രം മനസ്സിലാകുന്ന രീതിയിൽ കൺകോണുകൊണ്ടൊരു കള്ളച്ചിരി സമ്മാനിച്ചു. മാളവിക നാണത്തോടെ തല താഴ്ത്തി. ചടങ്ങുകൾക്ക് ശേഷം അതിഥികൾക്കെല്ലാം വിഭവസമൃദ്ധമായ സദ്യ നൽകി. സദ്യയെല്ലാം കഴിഞ്ഞ് ആളുകൾ പിരിഞ്ഞു തുടങ്ങിയപ്പോഴേക്കും വൈകുന്നേരമായി. ക്ഷീണിതയായ മാളവികയെ ജിതിൻ പതുക്കെ കൈപിടിച്ച് മുകളിലെ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ബെഡിലിരുത്തി അവൻ അവളുടെ കൈകളിലെ വളകളിൽ തൊട്ടു. ഒരുപാട് ക്ഷീണിച്ചോ മോളെ? ജിതിൻ ആർദ്രമായി ചോദിച്ചു. ഇല്ല ജിതിനേട്ടാ, എനിക്ക് ഒരുപാട് സന്തോഷം തോന്നിയ ദിവസമാണിന്ന്. എല്ലാവരുടെ അനുഗ്രഹം കിട്ടിയില്ലേ? മാളവിക അവൻ്റെ കൈകളിൽ പിടിച്ചു പറഞ്ഞു. ജിതിൻ അവളുടെ അരികിലേക്ക് ചേർന്നിരുന്നു. അവളുടെ കൈയിലെ വളകളുടെ കിലുക്കത്തിനൊപ്പം അവളുടെ ഈർപ്പമുള്ള ചുണ്ടുകളിലേക്ക് പതുക്കെ തല താഴ്ത്തി. വളകളുടെ കിലുക്കവും അവരുടെ ശ്വാസനിശ്വാസങ്ങളും ഒന്നായി മാറിയ സായാഹ്നത്തിൻ്റെ ശങ്കരമംഗലത്തിൻ്റെ പ്രണയത്തിൻ്റെ മധുരം വീണ്ടും നിറഞ്ഞു. വളകാപ്പ് ചടങ്ങ് കഴിഞ്ഞതോടെ തറവാട്ടിൽ ആളൊഴിഞ്ഞ് ശാന്തമായി. ദിവസം മുഴുവനുമുള്ള ചടങ്ങുകൾ കാരണം വല്ലാതെ തളർന്നിരുന്ന മാളവികയെ ജിതിൻ ബെഡിലേക്ക് പതുക്കെ ചാരിയിരുത്തി. അവൻ താഴേക്ക് പോയി ചൂടുള്ള പാൽ ഗ്ലാസുമായി തിരികെ വന്നു. മാളവികയുടെ അരികിലായിരുന്ന് അവൻ അത് ഓരോ ഇറുക്കായി കുടിപ്പിച്ചു കൊടുത്തു. ജിതിനേട്ട, ഞാൻ തനിയെ കുടിച്ചോളാം, ഇത്രയും ഉപചാരമൊന്നും വേണ്ട. മാളവിക ചെറിയൊരു ചിരിയോടെ പറഞ്ഞു. എൻ്റെ പെണ്ണിനെയും കുഞ്ഞിനെയും നോക്കുന്നത് എനിക്ക് ഉപചാരമല്ല മോളെ, അതെൻ്റെ സന്തോഷമാണ്. ജിതിൻ പാൽ ഗ്ലാസ് മേശപ്പുറത്ത് വെച്ച് അവളുടെ കൈകളിലെ വളകളിൽ വീണ്ടും തഴുകി. വളകളുടെ മേലെയുള്ള കിലുക്കം ആ മുറിയിൽ ചെറിയൊരു സംഗീതം പോലെ മുഴുകി. ജിതിൻ അവളുടെ കവിളിൽ പതുക്കെ തലോടി അവളുടെ ചുണ്ടിലേക്ക് അമർന്നു. ദിവസത്തെ മുഴുവൻ തളർച്ചയും മായ്ച്ചു കളയുന്ന ആർദ്രമായ ചുംബനത്തിൽ മാളവിക അവൻ്റെ തോളിലേക്ക് വീണ്ടും വീണു. ജിതിൻ അവളെ ചേർത്ത് പിടിച്ച് കട്ടിലിലേക്ക് കിടത്തി. രാത്രിയുടെ തണുപ്പിൽ അവൻ ചൂടേറ്റവൾ ആ മാറിൽ ശാന്തമായ കണ്ണുകൾ പൂട്ടി. ദിവസങ്ങളും ആഴ്ചകളും വേഗത്തിൽ കടന്നുപോയി. മാളവികയുടെ ഗർഭകാലം 7-ാം മാസത്തിലേക്ക് കടന്നു. അവളുടെ വയറ് നല്ലതുപോലെ മുന്നോട്ട് തള്ളി വന്നു. ഓരോ അടിയും വളരെ ശ്രദ്ധയോടെയാണ് അവൾ വെച്ചിരുന്നത്. ജിതിൻ ഓഫീസിലെ ജോലികളൊക്കെ പരമാവധി കുറച്ച് വീട്ടിൽ മാളവികയ്ക്കൊപ്പം സമയം ചെലവഴിച്ചു. വൈകുന്നേരങ്ങളിൽ അവളെയും കൂട്ടി തറവാട് മുറ്റത്തെ പടിപ്പുരയിൽ വന്നിരിക്കുന്നത് അവൻ്റെ പതിവായി മാറി. ജിതിനേട്ടാ, നമ്മുടെ കുഞ്ഞ് ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്ന് എപ്പോഴും ആലോചിക്കും. മാളവിക അവൻ്റെ തോളിലേക്ക് തലയച്ചു. ആരായാലും എനിക്ക് കുഴപ്പമില്ല മോളെ. നിന്നെപ്പോലെ ഒരു സുന്ദരിയായ പെൺകുഞ്ഞാണെങ്കിൽ എനിക്ക് കൂടുതൽ സന്തോഷം. ജിതിൻ അവളുടെ കൈകളിൽ വിരലുകൾ കോർത്തു. അയ്യോ, അത് വേണ്ട. ജിതിനേട്ടനെ പോലെ ധൈര്യമുള്ള ഒരു ആൺകുട്ടി ആയാൽ മതി, അവൾ കുസൃതിയോടെ പറഞ്ഞു. ജിതിൻ ഉറക്കെ ചിരിച്ചുകൊണ്ട് അവളുടെ നെറ്റിയിൽ ഉമ്മ വെച്ചു. തറവാട്ട മുറ്റത്ത് വീശിയടിച്ച സായാഹ്നക്കാറ്റിൽ അവരുടെ ഭാവി സ്വപ്നങ്ങൾ പൂത്തൊലിഞ്ഞു. 7-ാം മാസത്തിലെ പ്രത്യേക ചടങ്ങുകൾക്കായി മാളവികയുടെ ബന്ധുക്കളിൽ ചിലർ തറവാട്ടിലേക്കെത്തി. വീട് വീണ്ടും ആൾക്കൂട്ടവും കളിച്ചിരികളും കൊണ്ട് നിറഞ്ഞു. എല്ലാവരുടെയും നടുവിൽ നിൽക്കുമ്പോഴും ജിതിൻ്റെ കണ്ണുകൾ മാളവികയെ തന്നെ തിരിഞ്ഞു. മാളവിക അകത്തേക്ക് നടക്കുമ്പോൾ ജിതിൻ ആരും കാണാതെ ഇടനാഴിയിലെ തൂണിന് മറവിച്ച് അവളുടെ കയ്യിലേക്ക് പിടിച്ച് തൻ്റെ അടുത്തേക്ക് വലിച്ചടിപ്പിച്ചു. ജിതിനേട്ട, ആളുകൾ കാണും, വിട്. മാളവിക ഞെട്ടിപറിച്ച് ചുറ്റും നോക്കി. ആര് കണ്ടാലും എനിക്കെന്താ, എൻ്റെ ഭാര്യയല്ലേ ഞാൻ പിടിച്ചത്. ജിതിൻ ഒട്ടും വിടാതെ അവളുടെ കവിളിൽ വേഗത്തിൽ ഉമ്മ കൊടുത്തു. ഒരുമാതിരി കുസൃതി കാണിക്കല്ല ജിതിനേട്ട, എനിക്ക് നാണം വരുന്നു. അവൾ അവൻ്റെ നെഞ്ച് പതുക്കെ തട്ടി. ജിതിൻ ഒരു വിജയിയുടെ ചിരിയോടെ അവളെ വിട്ടു. എല്ലാവരുടെയും സാന്നിധ്യത്തിലും അവരുടെ ഉള്ളിലെ ഈ കൊച്ചു പ്രണയം ശങ്കരമംഗലത്തിന് പുതിയൊരു ഐശ്വര്യമായി മാറി. ദിവസങ്ങൾ കടന്നുപോകെ ഒരു ദിവസം അർദ്ധരാത്രി മാളവികയ്ക്ക് വയറ്റിക്കടുത്ത വേദന അനുഭവപ്പെട്ടുപോയി. ഭയന്നുപോയ അവൾ ജിതിനെ വിളിച്ചുണർത്തി. ജിതിനേട്ടാ, എനിക്ക് വയറ് വല്ലാതെ വേദനിക്കുന്നു. അവളുടെ ശബ്ദം വിറച്ചു. ജിതിൻ പെട്ടെന്ന് ഞെട്ടിയുണർന്നു. അവൾ വേദന കൊണ്ട് പുളയുന്നത് കണ്ടപ്പോൾ അവൻ്റെ ഉള്ളിൽ തീ പടർന്നു. അവൻ വേഗത്തിൽ ലക്ഷ്മിയമ്മയും ഭവാനിയമ്മയും വിളിച്ചു. അമ്മേ, മാളവികയ്ക്ക് വയറ് വേദനിക്കുന്നു. ജിതിൻ പരിഭ്രമത്തോടെ പറഞ്ഞു. ലക്ഷ്മിയമ്മ ഓടിയെത്തി അവളുടെ വയറ്റിൽ പതുക്കെ തടവി. പേടിക്കണ്ട ജിതിൻ, അടുത്ത മാസത്തെ തീയതി അടുത്ത് വരികയല്ലേ. ചെറിയ ചില അസ്വസ്ഥതകൾ സ്വാഭാവികമാണ്. എങ്കിലും നമുക്ക് ഡോക്ടറെ ഒന്നുകൂടി കാണിക്കാം. ഒട്ടും വൈകാതെ ജിതിൻ മാളവികയെ കോരിയെടുത്ത് കാറിലേക്ക് കിടത്തി ആശുപത്രിയിലേക്ക് തിരിച്ചു. യാത്രയിലുടനീളം അവൻ അവളുടെ കൈകൾ മുറുക്കെ പിടിച്ച് പ്രാർത്ഥിച്ചു. ആശുപത്രിയിൽ എത്തിച്ചുടൻ ഡോക്ടർ മാളവികയെ പരിശോധിച്ച് ആവശ്യമായ മരുന്നുകൾ നൽകി. പേടിക്കാനൊന്നുമില്ല ജിതിൻ, കുഞ്ഞും അമ്മയും പൂർണ്ണ ആരോഗ്യത്തോടെ ഇരിക്കുന്നു.
പ്രസവത്തീയതി അടുത്തു വരുന്നതിൻ്റെ ചെറിയൊരു ബുദ്ധിമുട്ട് മാത്രമാണിത്. ഡോക്ടർ പുഞ്ചിരിയോടെ പറഞ്ഞപ്പോഴാണ് ജിതിന് ശ്വാസം വീണത്. റൂമിലേക്ക് മാറ്റിയ മാളവികയുടെ അരികിലേക്ക് ജിതിൻ കടന്നു വന്നു. കട്ടിലെ ക്ഷീണത്തോടെ കിടക്കുന്ന അവളുടെ അരികിലേക്ക് അവൻ അവളുടെ നെറ്റിയിലെ മുടിയിഴകൾ മാറ്റി ആഴത്തിലൊരു ഉമ്മ കൊടുത്തു. എന്നെ പേടിപ്പിച്ചു കളഞ്ഞല്ലോ മോളെ. അവൻ്റെ ശബ്ദമിടറി. ജിതിനേട്ടൻ കൂടെയുള്ളപ്പോൾ എനിക്കൊന്നും സംഭവിക്കില്ല. മാളവിക അവൻ്റെ കൈകൾ ചേർത്ത് പിടിച്ചു. ജിതിൻ അവളുടെ കൈകളിൽ തൻ്റെ മുഖം അമർത്തി നിന്നു. തങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്ന കുഞ്ഞു ജീവനെയും പേറി സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും പുതിയൊരു പ്രഭാതത്തിലേക്ക് അവർ ഒന്നിച്ച് കാത്തിരുന്നു. ഡോക്ടറുടെ പരിശോധനയ്ക്ക് ശേഷം മാളവികയ്ക്ക് പൂർണ്ണ ആശ്വാസമായതോടെ ഉച്ചയോടെ ജിതിൻ അവളെയും കൂട്ടി ശങ്കരമംഗലത്തേക്ക് തിരിച്ചു. കാർ തറവാട്ട് മുറ്റത്ത് വന്നു നിന്നപ്പോൾ ലക്ഷ്മിയമ്മയും ഭവാനിയമ്മയും ഓടി വന്ന് മാളവികയെ വളരെ ശ്രദ്ധയോടെ പുറത്തിറക്കി. മോളെ, ഇനി താഴെ കിടന്നാൽ മതി. ആ കോണിപ്പടികളൊന്നും കയറി മുകളിലേക്ക് പോകണ്ട. ലക്ഷ്മിയമ്മ ഉമ്മറത്തെ തളത്തിൽ മാളവികയ്ക്കായി കട്ടിൽ സജ്ജമാക്കാൻ ഭവാനിയമ്മയോട് പറഞ്ഞു. എന്നാൽ മാളവിക ചിരിച്ചുകൊണ്ട് ജിതിനെ നോക്കി. അതൊന്നും വേണ്ടമ്മേ, മുകളിലെ ഞങ്ങളുടെ മുറിയിൽ കിടന്നോളാം. ജിതിനേട്ടൻ കൂടെ ഉണ്ടല്ലോ. ജിതിൻ ഒട്ടും മടിച്ചില്ല. അവൻ പതുക്കെ കുനിഞ്ഞു മാളവികയെ കോരിയെടുത്ത് മുകളിലെ മുറിയിലേക്ക് നടന്നു. ജിതിനേട്ടാ, ഇതെന്തായി കാണിക്കുന്നത്? അമ്മയൊക്കെ താഴെ നിൽക്കുന്നുണ്ട്. മാളവിക അവൻ്റെ കഴുത്തിൽ കൈകൾ മുറുക്കി പിടിച്ച് നാണത്തോടെ പറഞ്ഞു. ആര് കണ്ടാലും എനിക്ക് ഒരു കുഴപ്പവുമില്ല. എൻ്റെ ഭാര്യ ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാം. ജിതിൻ അവളെ ബെഡിൽ മെല്ലെ കിടത്തി അവിടെ നെറ്റി ചുണ്ടുകൾ അമർത്തി. ഇന്നലെ രാത്രി നീ വേദന കൊണ്ട് പൊളഞ്ഞപ്പോൾ എൻ്റെ ജീവൻ പോകുന്നത് പോലെ തോന്നിയതേടോ. ഇനി എനിക്ക് നിന്നെ ഒരു നിമിഷം പോലും കണ്ണുവെട്ടത്തിൽ നിന്ന് മാറ്റാൻ പറ്റില്ല. ജിതിൻ്റെ കണ്ണുകളിലെ കരുതലും ഭയവും കണ്ട് മാളവികയുടെ മനസ്സലിഞ്ഞു. അവൾ അവൻ്റെ കൈകൾ ചേർത്ത് പിടിച്ച് തൻ്റെ കവളോട് ചേർത്ത് വെച്ചു. അടുത്ത ദിവസങ്ങളിൽ തറവാട് മുഴുവൻ മാളവികയെ പൊതിഞ്ഞു പിടിക്കുന്ന പരിചരണമാണ്. 8-ാം മാസത്തിൻ്റെ മധ്യത്തിലെത്തിയതോടെ മാളവികയ്ക്ക് ചെറിയ രീതിയിലുള്ള മൂടുമാറ്റങ്ങളും പലതരം ഭക്ഷണങ്ങളോടുള്ള കൊതിയും വരാൻ തുടങ്ങി. അങ്ങനെ ഒരു വൈകുന്നേരം ജിതിൻ ലാപ്ടോപ്പിൽ ജോലി ചെയ്യുമ്പോൾ മാളവിക അവൻ്റെ അരികിലേക്ക് നടന്നു വന്നു. അവൾ അവൻ്റെ തോളിലേക്ക് കൈകൾ വെച്ച് തലയാഴ്ച നിന്നു. എന്താ എൻ്റെ മാളവികക്കുട്ടിക്ക് വേണ്ടുന്നത്? മുഖത്തൊരു ചെറിയ പിണക്കം പോലെ ഉണ്ടല്ലോ. ജിതിൻ ലാപ്ടോപ്പ് മാറ്റി വെച്ച് അവളെ മടിയിലേക്ക് ചാരിയിരുന്നു. ജിതിനേട്ടാ, എനിക്ക് നല്ല എരിവുള്ള പാനിപ്പൂരിയും കൂടെ നല്ല ചൂടുള്ള പരിപ്പോടയും തിന്നണമെന്ന് തോന്നുന്നു. അവൾ ചുണ്ടുകൾ കൂട്ടി പറഞ്ഞു. ഈ സന്ധ്യാസമയത്തോ? കടിയും എരിവുള്ള ഭക്ഷണമൊക്കെ കഴിച്ചാൽ വയറിന് അസ്വസ്ഥത വരുമ്പോളെ. ജിതിൻ ഉപദേശിക്കാൻ തുടങ്ങിയതും മാളവികയുടെ മുഖം വാടി കണ്ണുകൾ നിറഞ്ഞു. എനിക്കറിയാം ആർക്കും എന്നോട് സ്നേഹമില്ല. അവൾ എഴുന്നേൽക്കാനാഞ്ഞു. അവളുടെ വികാരഭരിതമായ മാറൽ കണ്ട് ജിതിൻ പെട്ടെന്ന് ചിരിച്ചുപോയി. അവൻ അവളെ വീണ്ടും തന്നിലേക്ക് വലിച്ചടുപ്പിച്ചു. അയ്യോ, എൻ്റെ കൺമണി കരയില്ലേ? ഞാനിപ്പോൾ ടൗണിൽ പോയി വാങ്ങിയിട്ട് വരാം. ജിതിൻ ഉടൻ തന്നെ ടൗണിൽ പോയി അവൾ ചോദിച്ച ഭക്ഷണ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് തറവാട്ടിലെത്തിച്ചു. മാളവിക അത് സന്തോഷത്തോടെ കഴിക്കുന്നത് കണ്ട് അവൻ പുഞ്ചിരിയോടെ അവളുടെ ഈർപ്പമുള്ള കവളിൽ പതുക്കെ ഉമ്മ കൊടുത്തു. ഭക്ഷണമെല്ലാം കഴിച്ച് രാത്രിയുടെ നിശബ്ദത ശങ്കരമംഗലത്തെ മൂടിയപ്പോൾ മുറിയിലെ ചെറിയ വെളിച്ചത്തിൽ രണ്ടുപേരും അടുത്തടുത്തിരുന്നു. മഴക്കാറ്റുകൾ ജനലിലൂടെ തണുപ്പ് പടർത്തി. ജിതിൻ മാളവികയ്ക്ക് മുകളിൽ പുതപ്പ് നന്നായി പുതപ്പിച്ചു കൊടുത്തു. അവൻ അവളോട് ചേർന്ന് കിടന്നു. അവളുടെ വയറിന് മുകളിലൂടെ പതുക്കെ കൈവച്ചു. അവൻ്റെ ചൂടുള്ള സ്പർശനം അറിഞ്ഞതും ഉള്ളിലെ കുഞ്ഞ് പതുക്കെ അനങ്ങി. മാളവിക, നമ്മുടെ കുഞ്ഞിനോട് സംസാരിക്കാൻ നോക്കിയാണെന്ന് തോന്നുന്നു. അവൻ അത്ഭുതത്തോടെ അവളുടെ വയറിലേക്ക് മുഖം അടുപ്പിച്ചു. ജിതിനേട്ടൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ കുഞ്ഞിന് മനസ്സിലാകുന്നുണ്ട്. മാളവിക അവൻ്റെ മുടിയിഴകളിൽ പതുക്കെ കൈവിരലുകൾ ഓടിച്ചു. ജിതിൻ അവളുടെ വയറിൽ ആർദ്രമായി ചുണ്ടുകൾ അമർത്തി. സാവധാനം മുകളിലേക്ക് കയറി അവളുടെ നാണത്താൽ ചുവന്ന ചുണ്ടുകളെ സ്വന്തമാക്കി. അവരിലെ പ്രണയവും അതിൻ്റെ ആഴവും ആ മുറിയിൽ വീണ്ടും പുതിയൊരു സുഗന്ധമായി പടർന്നു. നമ്മുടെ ജീവിതത്തിൽ ഇനി അധികം നാളുകളില്ല മോളെ. ആ കുഞ്ഞ് അതിഥി വരുമ്പോൾ ശങ്കരമംഗലം അതിലും മനോഹരമാകും. ജിതിൻ അവളെ തൻ്റെ നെഞ്ചോട് ചേർത്ത് വെച്ചു. ആ നെഞ്ചിൻ്റെ ചൂടിൽ സ്നേഹത്തിൻ്റെ കാവലിൽ മാളവികയും വരാനിരിക്കുന്ന പുതിയൊരു പുലരിക്കായി കണ്ണുകൾ പൂട്ടി. ദിവസങ്ങൾ മഞ്ഞുതുള്ളികൾ പോലെ കൊഴിഞ്ഞു വീണു. മാളവികയുടെ ഗർഭകാലം 9-ാം മാസത്തിലേക്ക് കടന്നതോടെ തറവാട്ടിൽ സന്തോഷത്തോടൊപ്പം ചെറിയൊരു ഭയവും ഉത്കണ്ഠയും പടർന്നു പിടിച്ചു. മാളവികയുടെ ഓരോ നീക്കങ്ങളും ലക്ഷ്മിയമ്മയും ഭവാനിയമ്മയും വളരെ ശ്രദ്ധയോടെ വീക്ഷിച്ചു. ജിതിൻ തൻ്റെ ഓഫീസിലെ കാര്യങ്ങളെല്ലാം വീട്ടിലിരുന്ന് തന്നെ നോക്കി നടത്താൻ തുടങ്ങി. മാളവിക ഒരു നിമിഷം പോലും തനിയെ വിടാൻ അവന് മനസ്സ് വന്നില്ല. ഒരു ദിവസം രാവിലെ മാളവിക ഉമ്മറത്തെ പൂമുഖപ്പടി വന്നിരുന്നു. കുളി കഴിഞ്ഞു വന്ന ജിതിൻ അവളുടെ ഈർപ്പമുള്ള മുടിയിഴകൾ തോർത്തിക്കൊണ്ട് മെല്ലെ ഒപ്പിക്കൊടുത്തു. ജിതിനേട്ടാ, ഓഫീസ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ മാറ്റിവെച്ചാൽ എങ്ങനെയാ? എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ. അവൾ അവനെ നോക്കി പറഞ്ഞു. എനിക്ക് ഓഫീസിലെ കോടികളുടെ ബിസിനസ്സിനേക്കാൾ പ്രാധാന്യം എൻ്റെ ഭാര്യയും എൻ്റെ കുഞ്ഞുമാണ് മോളെ. ജിതിൻ അവളുടെ കവിളിൽ പതുക്കെ പിടിച്ചു തിരിച്ചു. നിന്റെ പ്രസവം കഴിയുന്നവരെ ജിതിൻ ഇവിടെ തന്നെ കാണും. അവൻ്റെ വാക്കുകളുടെ കരുതലും കേട്ട് മാളവികയുടെ ഉള്ള അലിഞ്ഞുപോയി. അവൾ അവൻ്റെ കൈവിരലുകളിൽ പിടിച്ച് തൻ്റെ മുഖത്തോട് ചേർത്ത് പിടിച്ചു.
ദിവസങ്ങൾ കടന്നുപോകെ ഒരു ദിവസം ഉച്ചതിരിഞ്ഞ് കനത്ത മഴ പെയ്യുന്ന സമയം ശങ്കരമംഗലം തറവാട്ടിന് മുകളിൽ ഇടിയും മിന്നലും ആഞ്ഞടിച്ചു. മുറിയിൽ വിശ്രമിക്കുകയായിരുന്ന മാളവികയ്ക്ക് പെട്ടെന്ന് അടിവയറ്റിൽ കടുത്ത വേദന തുടങ്ങി. തുടക്കത്തിൽ ചെറിയൊരു അസ്വസ്ഥതയെ തോന്നിയെങ്കിലും നിമിഷങ്ങൾക്കത് കഠിനമായ പ്രസവവേദനയായി മാറി. ജിതിനേട്ടാ! മാളവിക വേദന സഹിക്കാനാവാതെ നിലവിളിച്ചു. ശബ്ദം കേട്ട് ലാപ്ടോപ്പിൽ ജോലി ചെയ്യുകയായിരുന്ന ജിതിൻ ഓടിയെത്തി. മാളവിക വേദന കൊണ്ട് പൊളിയുന്നതും അവൾക്ക് പ്രസവവേദന തുടങ്ങിയതും മനസ്സിലാക്കി അവൻ ഒരു നിമിഷം പോലും വൈകിയില്ല. അമ്മേ, ഭവാനി അമ്മേ, പ്രസവവേദന തുടങ്ങി, വേഗം വാ! ജിതിൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു. അവർ രണ്ടുപേരും ഓടിയെത്തി. ജിതിൻ മാളവികയെ മാറോടടുക്കി കോരിയെടുത്ത് പെയ്യുന്ന കനത്ത മഴ വകവെക്കാതെ കാറിലേക്ക് കിടത്തി. അവൻ വണ്ടി ആശുപത്രിയിൽ ലക്ഷ്യമാക്കി പരമാവധി വേഗതയിൽ ഓടിപ്പാഞ്ഞു. കാറിൻ്റെ പിൻസെറ്റിൽ ലക്ഷ്മിയമ്മയുടെ മടിയിൽ തലവെച്ച് കിടക്കുമ്പോഴും മാളവികയുടെ വിരലുകൾ ജിതിൻ്റെ തോളിൽ മുറുകിയിട്ടുണ്ടായിരുന്നു. ആശുപത്രിയിൽ എത്തിച്ച ഉടൻ തന്നെ മാളവികയെ ലേബർ റൂമിലേക്ക് മാറ്റി. ലേബർ റൂമിൻ്റെ അടഞ്ഞ വാതിലിന് പുറത്ത് ജിതിൻ നെഞ്ചുപിടിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. അവൻ്റെ കൈകൾ പ്രാർത്ഥനയോടെ കൂപ്പി പിടിച്ചു. ഭഗവതി, എൻ്റെ പെണ്ണിനൊരാപത്തും വരുത്തരുത്, അവൻ മനമുരുകി പ്രാർത്ഥിച്ചു. മണിക്കൂറുകൾ യുഗങ്ങൾ പോലെ കടന്നുപോയി. ഒടുവിൽ ലേബർ റൂമിനുള്ളിൽ നിന്ന് ഒരു കുഞ്ഞിൻ്റെ പൈതൽ കരച്ചിൽ ഉയർന്നു കേട്ടു. ആ ശബ്ദം കേട്ടെന്ന് ജിതിൻ്റെ കണ്ണുകളിൽ നിന്നും ആനന്ദക്കണ്ണീർ ഇറ്റു വീണു. അല്പസമയത്തിനകം പുഞ്ചിരിയോടെ ഡോക്ടർ പുറത്തേക്ക് വന്നു. കൺഗ്രാജുലേഷൻസ് ജിതിൻ, നിങ്ങൾക്കൊരു സുന്ദരിയായ പെൺകുഞ്ഞ് പിറന്നു. അമ്മയും കുഞ്ഞും സുരക്ഷിതരായിരിക്കുന്നു, ഡോക്ടർ സന്തോഷ വാർത്ത അറിയിച്ചു. അത് കേട്ടത് ജിതിൻ അവിടെ തന്നെ കൈകൂപ്പി കണ്ണടച്ചു നിന്നു. തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം. തൻ്റെ സ്നേഹത്തിൻ്റെ പ്രതീകമായി ശങ്കരമംഗലത്തേക്ക് ഒരു കുഞ്ഞു മാലാഖ കടന്നു വന്നിരിക്കുന്നു.